നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂ ലിപ്സ്റ്റിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എനിക്കറിയാം അധികം ആർക്കും ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമല്ലാന്ന്, പക്ഷേ എന്താ പറയുക, കണ്ടു വെക്കുക എന്തായാലും. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത് ഒരു റെഡ് ഷെയ്ഡാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല ഇങ്ങനെ എടുത്ത് കാണുന്ന ലിപ്സ്റ്റിക്കുകൾ. പിന്നെ ഇന്ന് എന്താ ഇട്ടതെന്ന് വെച്ചാൽ ഇന്ന് ലിപ്സ്റ്റിക്കൊക്കെ കാണിച്ചു തരുന്ന വീഡിയോ അല്ലേ. അപ്പം എങ്ങനെയുണ്ട് പറയൂ കേട്ടോ. എനിക്ക് റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ടോ എന്ന് പറയൂ. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, എന്നാലും പുറത്തു മുമ്പിടാൻ ഇഷ്ടമില്ല. വീഡിയോയിലൊക്കെ വന്നിരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പം ആമസോണിലെ പ്രൈം ഡേ സെയിൽ വീണ്ടും സ്റ്റാർട്ടായിരിക്കുകയാണ്. ജൂലൈ 12 മുതൽ ജൂലൈ 14 വരെയാണ് ഈ ഒരു സെയിൽ നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടോപ്പ് ബ്രാൻഡ്സിനൊക്കെ നല്ല ഡീൽസിലാണ് ഈ ഒരു സമയത്ത് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ ഈ സെയിൽ തീരും. അപ്പോൾ സെയിലിൻ്റെ സമയത്ത് വാങ്ങിക്കാൻ നോക്കുക. നല്ല രീതിക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ലിപ്സ്റ്റിക്കുകൾക്കൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ലിപ്സ്റ്റിക്ക് തന്നെ ആദ്യം തുടങ്ങാം കേട്ടോ. ഇത് ഞാൻ മുന്നേ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബോട്ടിലും പിന്നെ അതിൻ്റെ പേരും സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഷെയ്ഡ് സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലിപ്സ്റ്റിക്ക്, അതായത് എൻ്റെ 2020 മുതലേ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള, അതായത് ഇപ്പോഴും ഇടാൻ ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. അന്ന് ബോട്ടിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇതൊരു 2023 ശേഷം തോന്നുന്നുണ്ട് ബോട്ടിൽ ഇങ്ങനെ ചേഞ്ച് ആയ. ഞാൻ ആദ്യം വാങ്ങിയിരുന്നത് ആ ഒരു ലിപ്സ്റ്റിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. ഞാൻ അന്നൊക്കെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ ഇനി അവർ നിർത്തി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ. അത്രയധികം എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഇത് പാക്കിൻ്റെ 40 അഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. മീഡിയം ടു ഫെയർ സ്കിൻ ടോണുകാർക്ക് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കതിനെ അറിയില്ല. ഒത്തിരി ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് മുഴുവനായിട്ട് ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ലിപ്സ്റ്റിക്ക് പാക്കിൻ്റെ ഈ ഒരു അഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഞാൻ മുഴുവനായിട്ട് ഉപയോഗിച്ച് തീർത്തിട്ട് പിന്നെയും വാങ്ങിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ. അത്ര എനിക്കിഷ്ടമാണ്. അഡോറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇട്ടപ്പോൾ തന്നെ ഇതെനിക്ക് നന്നായിട്ട് ചേരുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നില്ലേ, അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് കേട്ടോ. ഇത് ലാക്മേയുടെ ആണ്. ഇത് ന്യൂഡ് ലാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഞാനിത് ഓൺലൈനായിട്ടല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന്, എവിടെ നിന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ വെറുതെ അമ്മയ്ക്ക് എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി തപ്പി നോക്കണതിൻ്റെ ഇടയിൽ അവർ മേക്കപ്പ് ചെയ്ത് തരുമല്ലോ നമുക്ക് ഫ്രീ ആയിട്ട്. നമ്മൾ ഇതൊക്കെ എങ്ങനെയുണ്ട് ഫൗണ്ടേഷനും. അപ്പോൾ വെറുതെ പോയി ഇരുന്ന് കൊടുത്താൽ കേട്ടോ നമുക്ക് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നോക്കാമെന്ന് കരുതിയിട്ട് വെറുതെ അങ്ങനെ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുത്താൽ, അപ്പോൾ ഫൗണ്ടേഷനും അതെ, ലാക്മേയുടെ സ്റ്റോറിലെ ഫൗണ്ടേഷനും അതെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ശരിക്കുള്ളൊരു ഷെയ്ഡ് അന്ന് കിട്ടി. അതേപോലെ തന്നെ ആദ്യം ഇതല്ല, വേറൊരു ഷെയ്ഡാണ് അവരെനിക്ക് ഇട്ട് തന്നെ കേട്ടോ. അപ്പോൾ അത്രയും ലൈറ്റിങ്ങിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ എടുത്ത് നിൽക്കുന്ന ഷെയ്ഡ് വാങ്ങിക്കില്ല, കാരണം എനിക്ക് പുറത്തിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇതെനിക്ക് തീരെ പറ്റില്ല, കുറച്ചുകൂടെ ന്യൂഡ് ഷെയ്ഡ് വേണം പറഞ്ഞപ്പോൾ ഇതെടുത്തിട്ട് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ലൈറ്റിൻ്റെ ഉള്ളിൽ ഒത്തിരി ലൈറ്റ് നിൽക്കുമ്പം അത് ഭയങ്കര ന്യൂഡായിട്ട് തോന്നും. പക്ഷെ പുറത്ത് വന്നിട്ട് നമ്മൾ ഈ പകലൊക്കെ ഇങ്ങനെ പുറത്ത് നടക്കുമ്പം പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ എടുത്ത് കാണില്ല. അതായത് എൻ്റെ ലിപ്പിൻ്റെ കളറായിട്ട് തന്നെ കുറച്ചുകൂടെ എന്തോ ഉണ്ടല്ലോ അങ്ങനെ തോന്നുള്ളൂ. അത്രയും അടിപൊളിയൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ വളരെ റേറ്റും കുറവ്, 300 രൂപയുടെ ഉള്ളിലാണ് ഇതിന് റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടുള്ളതാണ്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുണ്ടിലിട്ടുണ്ടോ എന്ന് തോന്നി, ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടോ എന്ന് അങ്ങനെ ഒരു ഫീല് വരില്ല. ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ മാറി മാറി പരീക്ഷിക്കുന്ന ആളല്ല ഞാൻ, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്, അവിടെ അങ്ങനെ ഇട്ടു എന്ന് എനിക്ക് ഫീൽ ചെയ്യരുത്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അതിന് ഇത് അടിപൊളിയാട്ടോ. അത് ഭയങ്കര എന്താ പറയുക, ഒരു വെൽവെറ്റ് ടെക്സ്ചർ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര സുഖമാണ് ഇടാനായിട്ട്. റേറ്റും കുറവാണ്. പിന്നെ ഇത്തിരി ഉള്ളൂ കേട്ടോ, ഇത്തിരി കുഞ്ഞനാണ്. അടിപൊളിയാണ്. ഇതും എനിക്ക് പേടിയാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും എനിക്ക് പേടിച്ചിട്ട് വെച്ചിരിക്കുന്നൊരു ലിപ്സ്റ്റിക്കാട്ടോ ഇത്.
മാമാരത്തിൻ്റെ ലിപ്സ്റ്റിക്കുകൾ ഞാൻ മുന്നൊക്കെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് അവർ അയച്ചു തന്നപ്പം പിങ്ക് ന്യൂഡായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് എപ്പോഴും പിങ്ക് ന്യൂഡ് ഇടുമ്പം എനിക്ക് ഒത്തിരി ചേരണമായിട്ട് തോന്നിയിട്ടില്ല. ഇത് കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതൊത്തിരി എല്ലാവരും പറയുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡാണ്. അപ്പം ഇതെനിക്കിങ്ങനെ വന്നപ്പം ഞാൻ ആദ്യം ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് സാധാരണ ഞാൻ പറഞ്ഞ പോലെ പിങ്ക് ന്യൂഡ്സൊക്കെ ഞാൻ ഇടുന്ന പോലെ ഇട്ട് നോക്കിയപ്പോൾ എനിക്കത്ര പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു വട്ടം ഞാൻ പൊന്നു വന്നിട്ടുണ്ടായിരുന്നു ഒരു വട്ടം ഇവിടേക്ക്. അപ്പോൾ പൊന്നു വന്നപ്പം ഞാൻ അവൾക്ക് ഈ ലിപ്സ്റ്റിക്ക്, ഞങ്ങൾ പുറത്തെവിടെ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ അവൾക്ക് ഈ ലിപ്സ്റ്റിക്ക് കൊടുത്തു കേട്ടോ. അവൾക്ക് ഇട്ട് നോക്കിയപ്പോൾ അവൾക്ക് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ ലിപ്പിലിട്ടപ്പോൾ എനിക്ക് ഭംഗി തോന്നിയില്ല, അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. അവൾ ഇട്ട് നോക്കിയപ്പോൾ അവൾക്ക് ഭയങ്കര ഭംഗിയുണ്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുത്തു കേട്ടോ. പക്ഷെ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുക, അത്ര രസമുണ്ടായിരുന്നു. പിന്നെ ഈ കാർണേഷനോട് അല്ല, ഇവരുടെ ഒരു മാമ്പിലിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, അതൊരു അത്യാവശ്യം കുറേ നേരം ലാസ്റ്റ് ചെയ്യണതാണ്. നമ്മളിപ്പോൾ ചായ കുടിക്കുകയോ ചോറ് കഴിക്കുകയൊക്കെ ചെയ്താലും അത് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്ക് ഇട്ടു എന്നുള്ളൊരു ഫീല് വരില്ല, അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. അങ്ങനെ അവൾക്ക് കൊടുത്ത് ഞാൻ ടാറ്റ പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ അവൾക്ക് ഏകദേശം ഞങ്ങൾ ഒരുപോലെയല്ലേ, അപ്പോൾ അവൾക്ക് നന്നായി ചേരുണ്ടല്ലോ, അപ്പോൾ ഇതെനിക്കും ചേരില്ല. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി അത് കൊടുത്ത കാര്യം ആലോചിച്ചിട്ട്. അപ്പോഴുണ്ട് വീണ്ടും എനിക്ക് അവരിത് അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇത് കേട്ടോ. വീണ്ടും എനിക്ക് കിട്ടി, എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊന്നുൻ്റെ ഫാമിലിയിൽ. അപ്പോൾ അന്ന് ഞാൻ കല്യാണത്തിനൊക്കെ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോയേ. അപ്പോൾ ഫോട്ടോയിലൊക്കെ എനിക്ക് കുറച്ചുകൂടെ നമ്മുടെ എന്താ പറയുക, കുറച്ച് ബ്രൈറ്റനായി നമ്മൾ ഇരിക്കുന്ന പോലെ നമ്മുടെ ഫേസ് ചില ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. അപ്പോൾ ഇതങ്ങനത്തെയാണ്. എനിക്കന്ന് ഞാൻ റിസപ്ഷനും കല്യാണത്തിനും ഒക്കെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് പോയേട്ടോ. അപ്പോൾ എനിക്ക് ഫോട്ടോയിലൊക്കെ നല്ല ഭംഗി തോന്നി. അപ്പം സാധാരണ ന്യൂഡ് ഷെയ്ഡ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളായിട്ടാവും ഇരിക്കുക. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനും അവളൊക്കെ അന്ന് ഈ ലിപ്സ്റ്റിക്ക് തന്നെയായിരുന്നു. അവളുടെ കയ്യിലുള്ള കാർണേഷൻ ന്യൂഡ് തന്നെ അവളിട്ട്, ഞാനും ഇത് തന്നെ ഇട്ട്. അപ്പോൾ അതിനുശേഷം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്ര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. എനിക്ക് തോന്നണേ എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഇട്ട് നോക്കിയിട്ട് എനിക്ക് ചേരുന്നു തോന്നിയിട്ടുള്ള ഒരു പിങ്ക് ന്യൂഡ് ചിലപ്പം ഇതായിരിക്കും. മാമാരത്തിൻ്റെ തന്നെ കാർണേഷൻ ന്യൂഡ് പോലെ തന്നെ ഒരു ബ്രൗൺ ന്യൂഡാണ്, അതൊരു ഓറഞ്ച് കലർന്നിട്ടുള്ള ഒരു ബ്രൗൺ ന്യൂഡാണ്, സിന്നമൺ ന്യൂഡ് കണ്ടിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗറിയില്ലേ, അഡോറ്, പിന്നെ ന്യൂഡ് ലാറ്റെ, അപ്പം അതിൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിൽ പോകുന്ന ആളാണ്. ഏകദേശം ഒരേപോലത്തെ ഷെയ്ഡുകളാണ് ഇത് മൂന്നും കേട്ടോ. അപ്പം എനിക്ക് അങ്ങനത്തെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഓറഞ്ച്, റെഡ്, പിന്നെ ബ്രൗൺ അങ്ങനത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊരു വാം അണ്ടർടോണാണ്, അപ്പോൾ എനിക്ക് അത്തരം ഷെയ്ഡുകളാണ് കൂടുതൽ ചേർന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കുറച്ചുകൂടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 2 ഷെയ്ഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കാട്ടിൽ ഇത്തിരി കൂടെ ഡാർക്ക് ഷെയ്ഡാണ് ഇത് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടിരിക്കില്ല, പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം ഒന്ന് നമ്മൾ വരച്ചാൽ തന്നെ അത്യാവശ്യം നല്ല കളർ വരും. 2 പ്രാവശ്യം പിന്നെ എന്താ പറയുക, ഇടേണ്ട ആവശ്യം വരില്ല. ഒറ്റ പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നല്ല കളർ വരും. ഒരു 500-ൻ്റെ ഉള്ളിലാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. ഇപ്പം കാണിച്ചിട്ടുള്ള ഈ കൂട്ടത്തിലെ ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന ലിപ്സ്റ്റിക്ക് ഏകദേശം ഒരു കുറച്ചായിട്ടുള്ളൂ, 2 മാസമായിട്ടുള്ളൂ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കേട്ടോ. ഞാൻ ഈ ഗ്ലോസ് ഉള്ള അതിൻ്റെ ഒരു ആളല്ല. എൻ്റെ കുഞ്ഞു ചുണ്ടാണ്, പക്ഷെ എനിക്കത് വലുതാക്കി കാണിക്കാൻ തീരെ ഇഷ്ടമില്ല. ഉള്ള രൂപം തന്നെയാണ് എൻ്റെ മുഖത്തിന് ഭംഗി എന്നാണ് എനിക്ക് തോന്നുക. അപ്പോൾ നമ്മൾ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചുണ്ട് ഇത്തിരി കൂടെ വലുതായിട്ട് തോന്നും. എന്തോ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ചേരണില്ല എന്ന് തോന്നുന്ന ആളാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഗ്ലോസി ടൈപ്പ് ലിപ്സ്റ്റിക്കുകളോ ലിപ് ഗ്ലോസോ ഒന്നും ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ അടുത്ത് കിട്ടിയതാണ്. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയിട്ട്, നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറില്ലേ. അപ്പോൾ അങ്ങനെ ഇത് മേബലിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 62 ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. എനിക്കിത് ഇട്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. ഇതൊരു പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. നമ്മളുടെ സ്കിൻ ടോണിന്, എൻ്റെ സ്കിൻ ടോണിന് പക്ക മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. എന്താ പറയുക, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഷെയ്ഡ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അത്ര എനിക്കിഷ്ടം കേട്ടോ. അത് മാത്രമല്ല ഭയങ്കര ഭംഗിയാണ്. ഇപ്പം ബ്ലൂ, പിങ്ക് അങ്ങനത്തെ കുറച്ച്
ഡ്രസ്സുകളൊക്കെ ഇല്ലേ നമ്മുടെ പോലെ. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ ഈ ലിപ്സ്റ്റിക്ക് അടിപൊളിയായിട്ട് ചേരും കേട്ടോ. എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ചില സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ പക്കാ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനങ്ങളുണ്ടാവും കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മൾ അത് കൊതിച്ചിട്ട് വല്ലവരുടേത് കാണുമ്പോൾ നമ്മൾ അവർക്ക് നല്ല രസമുണ്ടല്ലോ, നമ്മൾ വാങ്ങി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇപ്പോൾ ഒന്നിനും കൊള്ളില്ല, അങ്ങനെ വരാറുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള എല്ലാ ഷെയ്ഡും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ചേരുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഇതും ഏകദേശം ഒരു 400-500 ഉള്ളിലാണ് റേറ്റ് വരുന്നത്. ഇതും എനിക്ക് പക്ക അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളും റേറ്റൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇട്ട് കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. മുടി ഇങ്ങനെ പറന്നിട്ട് എൻ്റെ മൂക്കിലേക്കൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.